ഇന്ന് നമ്മൾ ബട്ടർ പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പനീർ പീസസ് ആയിട്ടെടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 സ്പൂൺ ഓയിൽ ചൂടാക്കി അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. അത് കോരി മാറ്റി ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 സബോള എരിഞ്ഞതും ഒരു തക്കാളിയും കുറച്ച് കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാഷ്യൂനട്ട്, ഫ്രഷ് ക്രീം. ഇതെല്ലാം നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തൊന്ന് മൂത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഈ പേസ്റ്റ് നമ്മൾ അരിപ്പക്കയിൽ അരിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്കൊരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ നല്ലോണം തിളച്ച് കുറുകി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പനീർ പീസസ് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. ചപ്പാത്തിയുടെ ഭയങ്കര കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി കറിയായി മാറും. ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ടതാണ്. ട്രൈ ചെയ്യണേ.